അമ്മാ അമ്മാ ഇവിടെ ഒരു പെൺകുട്ടിയുടെ ശബ്ദം കേട്ടല്ലോ. വെറും ശബ്ദമല്ല, പാട്ടായിരിക്കും. ആരാത്? അത് ആരായാലും ശരി, മേലാൽ ഈ കോമ്പൗണ്ടിനുള്ളിൽ കയറിപ്പോയെന്ന് പറയണം. കുളിക്കാൻ കണ്ട സ്ഥലം സ്റ്റോപ്പ്. അത് വേറെ ആരുമല്ല, എന്റെ മോളാ രാജി. എന്നാ മോളോട് പറഞ്ഞേക്ക് എനിക്ക് ഒന്നും ഇഷ്ടമല്ലെന്നും മേലാൽ ഇവിടെ വന്നുപോയിരുന്നു. അവള് താമസിക്കുന്ന ഇവിടെയാ. എന്ത്? ഈ വീട്ടിലൊരു പെൺകുട്ടി താമസിക്കുന്നില്ല? നോ നോ നോ, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അവള് വെക്കേഷൻ ആയിട്ട് വന്നതാ. എന്ത് വെക്കേഷൻ ആയാലും കൊള്ളാം, മോളെ വേറെ എവിടെയെങ്കിലും താമസിപ്പിച്ചാണോ? എനിക്ക് വേണ്ടി ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണം. വെക്കേഷൻ കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു വിട്ടേക്കാം. അമ്മ അവന്റെ മോളായതുകൊണ്ട് ഞാൻ രവിവർമ്മയുടെ മകൻ ബാബു. രവിവർമ്മയുടെ മകൻ ബാബു ഞാനാണ്. ഓഹോ, ബ്ലാക്ക് മീഡിയം വന്നതായിരിക്കും. എന്താ ഭീഷണിപ്പെടുത്തുകയാണോ? നീ ആരാണെന്ന് എനിക്കറിയാം. നീ എന്തിനോട് വന്നിരിക്കുന്നു എന്ന് എനിക്കും അറിയാം. എന്റെ വീട്ടിൽ വരാൻ എനിക്ക് പ്രത്യേക ലക്ഷ്യം വേണം. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിന്റെ ഒരു ലക്ഷ്യവും നടക്കില്ല. എന്നോട് മത്സരിക്കാനായിരിക്കും ഭാവം അല്ലേ? എന്നോട് മത്സരിക്കുന്നത് നിനക്ക് നല്ലതല്ല. ഞാനാണോ നീയാണോ പുറത്താകാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. സംഗതിയാകെ കുഴപ്പമായല്ലോ രവീന്ദ്ര. ഇവരിൽ ആരാണ് ബാബു എന്ന് എങ്ങനെ അറിയും? നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിൽ വിവരറിയിക്കാം. അവരോട് പാസ്പോർട്ട് ചെക്ക് ചെയ്യാൻ പോലീസ് വന്നിട്ടുണ്ടെന്ന് പറയും. Hello. Please come. Okay. Come on. Sorry for the trouble. Oh, that's all right. Okay. Thank you. Bye. Bye. പാസ്പോർട്ടെല്ലാം കറക്റ്റാണ് പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇവരെ നിങ്ങൾ പ്രോബ്ലം ഉണ്ടാക്കിയാൽ പോലീസിന് ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്.
മകൻ. നിന്റെ മുഖം മൂടി ഇന്നത്തോടെ ഞാൻ മാറ്റും. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് പുറത്തു പോകരുന്ന്? ഇതെന്താ മദ്രാശിയോ കോയമ്പത്തൂരോ തൃശ്ശൂരോ വടക്കാഞ്ചേരിയോ വല്ലതും ആണോ? പോത്ത് പോലെ വളർന്നല്ലോ, എന്താണൊക്കെ പഠിക്കുക? ഇപ്പൊ ശരിക്കും മനസ്സിലായോ അവൻ ആരാണെന്ന്? ആര്? രാജി ആളെ കണ്ടില്ലേ? ഇല്ല, ഞാൻ പേടിച്ച് ഓടിപ്പോന്നു. അല്ല, ആരായിരുന്നു? എനിക്ക് മുൻപ് ഞാനാണെന്ന് പറഞ്ഞ ഒരുത്തൻ ഇവിടെ താമസിക്കുന്നില്ലേ അവൻ. അയാൾ ഇവിടുന്ന് പുറത്തു പോയിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ കണ്ടല്ലേ. സംശയം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അകത്തോട്ട് വാ. എന്നാ ഒന്ന് കാണിച്ചു തരൂ. ആ, യാ, ദാ കണ്ടോ? എന്താണ് നീ? ഒന്നുമില്ല. എന്റെ ഉണ്ണിയമ്മാവ, ഉണ്ണിയമ്മാവ. ആരാ മനസ്സിലായില്ലോ? സൈലൻസ് പ്ലീസ്. Oh my God. മോനെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല മാവ. സാരമില്ല മോനെ, എല്ലാം വിധിയാണെന്ന് കരുതിയാ മതി. ഡാഡി മരിക്കാൻ നേരത്ത് അടുത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു? ആരും ഉണ്ടായിരുന്നില്ല. മോനെ, എന്താ ഇത്? ആഹാ, ഇനി ബാബു മോൻ എന്ന പേര് നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കണോ? ഒന്ന് പോണേ മിസ്റ്റർ. ഇയാൾ ആരാ അമ്മവ? അത് നിങ്ങളുടെ അച്ഛന്റെ പേരെന്താ? എനിക്ക് എന്റെ ദേഷ്യം വരും കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അമ്മ ഇഷ്ടമല്ലേ പറഞ്ഞാൽ ഇന്ന് തന്നെ കേരളത്തിലോട്ട് പോവാം. എനിക്ക് നിങ്ങളുടെ സ്വത്തും കോപ്പും ഒന്നും വേണ്ട. എന്റെ പേരെന്താണ്? എന്റെ അച്ഛൻ രവിവർമ്മയുടെ അച്ഛന്റെ പേരെന്താണ്? ഇതെന്താ പോലീസ് സ്റ്റേഷനാ? എന്റെ തറവാട്ട് പേര് ചോദിക്കേ, ഞാൻ പറയാം. അല്ലെങ്കിൽ എന്റെ മുത്തച്ഛന്റെ പേര് ചോദിക്കേ, ഞാൻ പറയാം. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണം കേട്ടോ. മോരിക്ക്. ഓക്കെ. അതിരിക്കട്ടെ, മോൻ ഇതുവരെ എവിടെയായിരുന്നു? അതോ, യാ, ദാറ്റ്സ് എ ലോങ് സ്റ്റോറി. വളരെ നീണ്ട കഥയാണ്. അത് പിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എനിക്ക് പുള്ളിക്കാരനെ മനസ്സിലായല്ലോ. ഓ സോറി, ഇതാണ് അഡ്വക്കേറ്റ് രവീന്ദ്രൻ, ഡാഡിയുടെ പേഴ്സണൽ അഡ്വക്കേറ്റ്. കേട്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? പിന്നെ എങ്ങനെ? എനിക്ക് നല്ല ഓർമ്മയില്ല. അതിരിക്കട്ടെ, അമ്മാവന് സുഖമാണോ? യാ. അമ്മാവ, പണ്ട് നമ്മള് വാഷിംഗ്ടണിൽ വെച്ച് കാഷ് നെറ്റ് കളിച്ചത് ഓർമ്മയില്ലേ? എന്ന് ഒന്ന് ശരിക്കും ഓർത്ത് നോക്കിയേ. ഇങ്ങനെ മറന്നാലോ? കേട്ടോ മിസ്റ്റർ രവി, ഈ അമ്മാവ് വലിയ തമാശക്കാരനാ. എന്നെ ഒരിക്കലും നയാഗ്ര വാട്ടർഫാളിൽ പിടിച്ച് തള്ളിയിടാൻ പോയി. എപ്പോ? ഒന്നും അറിഞ്ഞൂടാത്ത മാതിരി ഇരിക്കുന്നുണ്ടില്ലേ കള്ളൻ. അമ്മാവയുടെ മുറിയൊന്നും ഒഴിവില്ല, എനിക്കൊന്ന് കുളിക്കണം. ഇല്ലേന്നോ? കൊള്ളാം, ബാബുവില്ലാത്ത മുറിയോ? നേരെ മുകളിലോട്ട് കയറിക്കോ. ഓക്കെ. 3ാമത്തെ മുറി. പിന്നെ 1 ൽ 2 ൽ കേറല്ലേ? യെസ്. Papa don't preach, Papa don't preach. അതെ, ഇതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പേരും പറഞ്ഞ് ഇനി എത്ര പേര് ഇവിടെ വരും? ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ സാധിക്കും? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മുറിക്കറ എന്റെ സ്വഭാവം മാറും. എന്റെ മുറിക്കറ എന്റെ സ്വഭാവം മാറും. നിങ്ങൾ ചുമ്മാ കിടന്ന് ചൂടാവല്ലേ? അവന്റെ വരവ് കണ്ടറിഞ്ഞൂടെ അവൻ പിഴയാണെന്ന്. അവൻ കുളിച്ചുകൊണ്ട് വരട്ടെ, ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ അവൻ പുറത്തിയാടും. ബാബുവിന്റെ കുളി ഇത്ര വേഗം കഴിഞ്ഞോ? ഇല്ല, ഒന്ന് മേല് കഴുകി. വല്ലാത്ത വിശപ്പ്. മിസ്റ്റർ ബാബു തെറ്റിദ്ധരിക്കരുത്, ഇവിടെ ഒരു ടെസ്റ്റ് നടത്തുന്ന പതിവുണ്ട്. ഒരു മിനിറ്റ്, എനിക്ക് വല്ലാതെ വിശക്കുന്നു. അല്ല, ഒന്നാന്തരം പശുപാല്. അവനെന്തോ പറഞ്ഞേ? ടെസ്റ്റോ? തുടങ്ങിക്കോളൂ. എന്റെ പൊന്നമ്മാവാ,
ഞാൻ ഭക്ഷണത്തിന് മുമ്പ് പാലേ കഴിക്കൂ, മഞ്ഞ കളറാണ് എനിക്കിഷ്ടം. ഇതൊക്കെ അമ്മാവന് നേരത്തെ അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഈ വേലത്തരങ്ങളൊക്കെ? പോയി ഭക്ഷണം വിളമ്പ് വയ്ക്കൂ. അമ്മാവാ, എന്താ ബാബുവിന്? ഗ്യാബ് മോൻ ചുമ്മാ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അതിനുശേഷമുള്ള പ്രൊസീഡിങ്സ് ഒന്നും കാണുന്നില്ലല്ലോ. അത് വേറെ രണ്ടുപേര് കൂടി ആ പേരിൽ വന്നുകൊണ്ട് ആരാണെന്ന് അറിയാതെ. അമ്മാവന് ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ. യാ. പിന്നെന്തിന് മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നു? ഡാഡിയുടെ ആ മുഖത്തിന്റെ ഒരു സൗന്ദര്യവും ഐശ്വര്യവും ചൈതന്യവും എനിക്കല്ലാതെ മറ്റ് രണ്ട് പെൺകുട്ടികൾക്കും ഉണ്ടോ? അതൊക്കെ കൂടി ആലോചിച്ചിട്ടാ എനിക്ക് ഈ വിഷമം. ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചോണ്ടിരുന്നാലേ ഇനിയും ഓരോ വിഷമങ്ങൾ ഇങ്ങോട്ട് കയറി വരും. അവരെയൊക്കെ ഇവിടെ താമസിപ്പിക്കാൻ ആ ഭാവമെങ്കിലും എന്റെ മട്ട് മാറും. ഡാഡിയുടെ പഴയ സെക്രട്ടറി ആണല്ലോ, എന്നെ കുഞ്ഞുനാളിൽ എടുത്തോണ്ട് നടന്നിട്ടുണ്ടല്ലോ എന്നും ഞാൻ ഓർക്കത്തില്ല. ആദ്യം ഞാൻ പുറത്താക്കുന്ന നിങ്ങളായിരിക്കും. യാ